ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് മുമ്പൊക്കെ നിങ്ങൾ ട്രെൻഡിങ് ആയി കണ്ടുകൊണ്ടില്ല 2-3 എഫക്ട്സുകളൊക്കെ ഉണ്ട്. സോ അതെങ്ങനെയാണ് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് എഫക്ട്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് VN, അലൈറ്റ് മോഷൻ, CapCut ഈ 3 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. സോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, വാട്ടർമാർക്ക് എങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ യൂട്യൂബിലുണ്ടാവും. സോ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സോ ലെറ്റ്സ് ഗോ. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഗ്ലോ എഫക്റ്റ് നിങ്ങളുടെ വീഡിയോസിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് CapCutലാണ്. സോ അത് നിങ്ങൾ VPN ആയിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് CapCut ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ വേണോ അത് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എഫക്ട്സിൽ വീഡിയോ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെട്രോ എന്നുള്ളൊരു ഓപ്ഷനകത്ത് റെട്രോ ബ്ലൂ എന്നോ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോ എഫക്റ്റും പിന്നെ ഒരു കൂൾ ടോണിലാണ് ഉണ്ടാവുക, ഒരു ബ്ലൂയിഷ് ടോണിലാണ് ഇത് കാണുന്നത്. അത് ജസ്റ്റ് അഡ്ജസ്റ്റിൽ ആ ഒരു ഫിൽറ്റർ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ മാറി നിങ്ങൾക്ക് ഒറിജിനൽ കളർ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ഗ്ലോ എഫക്റ്റും ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാം, ഷാർപ്പൺ ആക്കാം, പിന്നെ അതിൻ്റെ റേഞ്ചൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് കുറച്ചും കൂടി ഒരു ഡ്രീമി എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ പണ്ടത്തെ സാംസങ്ങിൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുന്ന പോലെ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതും പോരാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലൈറ്റ് അടിക്കുകയാണ്, അതൊരു എന്താ പറയുക ഹാർഷായിട്ടൊരു ലൈറ്റ് റേസൊക്കെ പോലെ അങ്ങനത്തെ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നൊസ്റ്റാൾജിക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. സോ അതും റെട്രോ എന്നുള്ളൊരു സെക്ഷനകത്താണുള്ളത്. സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതും വേണ്ടാന്നുണ്ടെങ്കിൽ എഡ്ജ് മാത്രം ഗ്ലോ ചെയ്യുന്ന ഒരു ഫിൽറ്ററും ഉണ്ട്. സോ ഈ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാം. സോ ഇതെല്ലാം ശരിക്കും കുറച്ച് ബ്ലെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് CapCutനകത്ത് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് 1 ക്ലിക്കിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലോ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് എഫക്റ്റ്. നിങ്ങൾ പല കാറിൻ്റെ ഒക്കെ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ കാർ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം, ബ്ലറായിട്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ എഫക്റ്റ് വരുന്ന പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. സോ ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു നടന്നു പോകുന്നൊരു വീഡിയോയിൽ ഇങ്ങനെ ഒരു നീങ്ങുന്നൊരു എഫക്റ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് VNലും CapCutലൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നത് അലൈറ്റ് മോഷനകത്താണ്. സോ നമ്മൾ അലൈറ്റ് മോഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് ഏത് ഭാഗത്താണോ എഫക്റ്റ് വരുന്നത് ആ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് നിങ്ങൾ remove.pg എന്നുള്ള വെബ്സൈറ്റിനകത്ത് പോകുക. എന്നിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മോഷനകത്ത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സിനകത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൗണ്ടൊക്കെ ചോദിക്കും, എത്രത്തോളം ഫോട്ടോ റിപ്പീറ്റ് ആയിട്ട് വരണം. അത് ഞാൻ ജസ്റ്റ് ഒരു 20 കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ട രീതിയിലാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമറിനകത്ത് നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റത്തെ 1, 2, 3 എന്നിട്ട് ഫോട്ടോ വരുന്ന രീതിയിൽ നടുവിലായി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അവസാനം പോയിട്ട് നീക്കി ലെഫ്റ്റോട്ടിലോട്ട് നീക്കി അതിൻ്റെ അവസാനത്തെ ആ ഒരു ഭാഗം വരുന്നവരെ ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു എഫക്റ്റ് കിട്ടുന്നതാണ്. അതിന് നിങ്ങൾക്ക് അതിനകത്ത് ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നീങ്ങുന്ന രീതിയിൽ. സോ അത് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് എഫക്ട്സിനകത്ത് മോഷൻ ബ്ലർ എന്നൊരു എഫക്റ്റ് ഉണ്ടാവും ബ്ലറിനകത്ത്. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഇൻറ്റൻസിറ്റിയും കൊടുക്കാം, ഒരു ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം കൺഫ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രത്തോളം നീട്ടാൻ പറ്റും അത്രത്തോളം നീട്ടിക്കൊള്ളുക. ഇത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വേറൊരു എഡിറ്റിംഗ് ആപ്പിനകത്തുനിന്ന് ഇതിൻ്റെ ബാക്കി എഡിറ്റ് ചെയ്യുക. കാരണം അതാവുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടി കുറക്കണം, ലെങ്ത്ത് കുറക്കണമെങ്കിൽ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ സ്പീഡ് കുറച്ചാൽ മതി ആ ഒരു വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാനായിരിക്കുന്നു. മൂന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ല, ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് മൂന്നാമത്തെ എഫക്റ്റ്. നിങ്ങൾ പല വീഡിയോസിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ എഫക്റ്റിൻ്റെ പേരാണ് ഫിലിം ബേൺ അല്ലെങ്കിൽ ലൈറ്റ് ലേക്ക് എന്ന് പറയും. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താലും മതി, ഫിലിം ബേൺ ലൈറ്റ് ലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കാണാൻ കഴിയും. സോ അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ VN ചെയ്യുന്നത് കാണിച്ചു തരാം. VNൽ നിങ്ങൾ ഇപ്പോൾ ഇത് ട്രാൻസിഷൻ ആണല്ലോ, ഒരു വീഡിയോ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ്. അപ്പോൾ 2 വീഡിയോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2ൻ്റെ ഇടയിൽ ഓവർലി ആയിട്ട് VNകത്ത് PIP എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്ത്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്ലെൻഡിങ്ങിനകത്ത് പോവുക. എന്നിട്ട് സ്ക്രീൻ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഫക്റ്റ് ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഒഴിവായിട്ട് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് മാത്രം വരും. അത് നിങ്ങൾ കറക്റ്റ് ആ 2ൻ്റെ നടുവിൽ വരുന്ന രീതിയിലായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 3 എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും ലെങ്ത് കൂട്ടിയുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ എഫക്ട്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.